ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. എടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 4-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പ്രകാരം പറയുന്നു: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ദൈവമക്കളായിരിക്കുന്ന നമുക്ക് എത്ര നാൾ കർത്താവിലോട്ട് വന്നതിന് ശേഷം ഈ ലോകത്തിലായിരിക്കാൻ ദൈവം നമുക്ക് അവസരം തരുന്നുവെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആകും. നാളത്തെ ദിവസം നമ്മുടേതല്ല, നാളത്തെ മണിക്കൂർ നമ്മുടേതല്ല. ആമേൻ. ഇന്ന് നമുക്ക് ആയുസ്, ആരോഗ്യവും ബലവും ശക്തിയും എല്ലാം തരുന്നോടനെ കർത്താവ് നമുക്ക് തരുന്നോടനെ നമ്മൾ മാക്സിമം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, പിന്നെ വിളിച്ചപേക്ഷിക്കുക. കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ വന്നിട്ട് അവർ സാക്ഷികളായി യെരൂശലേമിലും യഹൂദ്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളായി എന്ന വചനം പറയുന്ന പോലെ അപ്പോസ്തലപ്രവൃത്തികൾ 1:8 നമ്മൾ ഓരോരുത്തരും ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കണം. നാം അറിഞ്ഞ കർത്താവിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കണം. ആരൊക്കെയോ നമ്മളോട് സുവിശേഷം പറഞ്ഞു, ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ദൈവത്തെ അറിയാതെ ജീവിച്ച് കർത്താവിൻ്റെ മകനും മകളും അല്ലാതെ അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ദൈവമക്കളായിരിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. ദൈവത്തിൻ്റെ വലിയ കൃപയുടെ ആ സമയം വന്നപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മക്കളായിട്ട് അവൻ മാറ്റി. ആമേൻ ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ഈ സമയം നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മധ്യസ്ഥ ചെയ്യണം, പക്ഷവാദം ചെയ്യണം. ആമേൻ. എല്ലാ മിനിറ്റും, എവറി മിനിറ്റ് ഈസ് സോ പ്രഷ്യസ് ഇൻ ആർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ അനുഭവിച്ചറിയാവുന്നവരായതുകൊണ്ടാകുന്നു നമ്മൾ പറയുന്നത്. ആമേൻ. ഇന്ന് ചെയ്യാനൊക്കുന്നത് ഒരുപക്ഷെ നാളെ ആ വാതിൽ അടഞ്ഞേക്കും, നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരിക്കാം. ഇന്ന് നമുക്ക് വചനത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു തന്നിരിക്കാവുന്നു. വചനം പറയുവാനും വചനം കേൾക്കുവാനും വചനം മറ്റുള്ളവരോട് സംസാരിക്കുവാനും അതിൻ്റെ എല്ലാം വചനത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നിന്ന് തന്നിട്ടുണ്ട്. എന്നാൽ നാളത്തെ ദിവസം ഈ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇത് നമ്മളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആരോഗ്യവും ആയുസ്സും ബലവും ഒക്കെ നമുക്ക് നാളെ ഉണ്ടോ? ഒന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാനൊക്കുമെങ്കിൽ നമ്മളത് ചെയ്യണം. വചനത്തിൽ നമ്മോട് പലയിടങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുങ്ങിയിരിക്കുക, നിർമ്മതരായിരിക്കുക, പിന്നെ അലേർട്ടായിട്ടിരിക്കുക. നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ളത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതകാലത്തിൽ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള കർത്താവിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിച്ച് യേശു കർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിയാകും. അപ്പോൾ ഞാൻ നല്ല പോർ പൊരുതും. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എത്ര വർഷങ്ങളായി നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നിട്ട്? എത്ര വർഷങ്ങളായി? ഇത്രയും വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ ഞാൻ നല്ല പോർ പൊരുതു എന്ന് പറയുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കാവുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ഓട്ടം, കർത്താവ് വച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ഓട്ടമുണ്ട്. നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള വേലകളുണ്ട്.
അത് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് മാത്രമേ അത് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നമ്മളെ കൊണ്ട് ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ആമേൻ. വിശ്വാസം കാത്തു. നമുക്ക് കർത്താവ് തന്നിരിക്കുന്നതായിട്ടുള്ള വിശ്വാസം, അതിനെ അലക്ഷ്യമാക്കി അത് മാറ്റിക്കളഞ്ഞ് ആമേൻ അങ്ങനെ ജീവിക്കാതെ കർത്താവ് തന്ന ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിച്ചവരാകുന്നു. ആ വിശ്വാസത്തിൽ ഉറച്ച് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതോ പല പ്രാവശ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിലും വിശ്വാസത്തിൽ നമ്മൾ ഉറയ്ക്കാതെ നമ്മൾ പതറിപ്പോകുന്ന അവസ്ഥയിൽ നമ്മളായിട്ടുണ്ട്. ഇന്ന് പാൽക്കാലം കർത്താവ് പറയുന്നു, വിശ്വാസത്തിൽ ഉറയ്ക്കണം. വിശ്വാസമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ഒരു വ്യക്തിയിൽ വിശ്വാസമില്ലെങ്കിൽ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. പലയിടത്തായിട്ട് ബൈബിളിൽ യേശു കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, യേശു കർത്താവ് പറയുന്നു, അവർക്ക് വിശ്വാസമില്ലായതുകൊണ്ട് അവിടെ കർത്താവിന് ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ പറയുന്നു, ഇസ്രായേൽ മക്കൾ അവർക്ക് അവരുടെ അവിശ്വാസത്താൽ അവർക്ക് അവരുടെ വാഗ്ദത്ത പ്രദേശത്തേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വിശ്വാസമാകുന്നു നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ളത്. നമ്മൾ വിശ്വസിക്കുക, കാണാത്ത കാര്യത്തിൽ വിശ്വസിക്കുക. വിശ്വാസം എന്താകുന്നു? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. ലോകം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ലോകത്തിലുള്ളതെല്ലാം കർത്താവിനാൽ നിർമ്മിക്കപ്പെട്ടു. നമ്മൾ കർത്താവിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്നിതെല്ലാം നമ്മളെ കണ്ടിട്ടാണോ വിശ്വസിക്കുന്നത്? അല്ല, കാണാതെ വിശ്വസിക്കാവുന്നു. അത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഭാഗ്യം വചനം പറയുന്നു. എന്നാൽ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന അനേകർ ആമേൻ ഹല്ലേലൂയ കാണാതെ അവർ വിശ്വസിക്കുവാനായിട്ട് അവർ തയ്യാറല്ല. അവർ അങ്ങനെ വിശ്വസിക്കാൻ, ഈ ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് അത് കാത്തു സൂക്ഷിക്കണം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ആ വിശ്വാസത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് നശിപ്പിച്ച് കളയുവാൻ, നഷ്ടപ്പെട്ട് പോകാൻ നാം ഇടയാക്കരുത്. ആമേൻ. അതുകൊണ്ട് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഓരോ നിമിഷവും എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുക. ഞാൻ നല്ല പോർ പൊരുതു, എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഓട്ടം ഞാൻ തികയ്ക്കണം. ഇത് ശ്രദ്ധയോടെ നാം ഓടണം. ആമേൻ ഹല്ലേലൂയ. ആൻഡ് വിശ്വാസം കാത്തു. നമ്മൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റെടുത്ത് ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമുക്കും നല്ല വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ പറയാം, ആമേൻ, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആമേൻ, നമ്മുടെ ജീവിതത്തിൽ എത്ര ബിസിയാകുന്ന ഒരു ലൈഫിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിലും നമ്മുടെ ചുറ്റും നമ്മളെ സറൗണ്ട് ചെയ്തിരിക്കുന്നത് പാപത്തിൻ്റെ അന്തരീക്ഷത്തിലാകുന്നു നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമുക്ക് ആമേൻ ഹല്ലേലൂയ നമ്മൾ ദൈവമക്കളായി ദൈവത്തോട് കൂടെ ജീവിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ. ഓരോ മനുഷ്യരുടെ ജീവിതം അവർക്ക് പ്രഷ്യസ് ആവും. ആമേൻ ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്നവരെ നാളെ നാം കാണുന്നില്ല. ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്ന അനേകം ഇന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്നവർ നാളെ അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാൻ വയ്യാത്ത രീതിയിൽ അവരായിപ്പോയി. ഇതെല്ലാം ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തന്നിട്ടുള്ളതായിട്ടുള്ള സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കണം. അവസരങ്ങൾ തക്കത്തിൽ നാം ഉപയോഗിക്കണം. ഒന്നിനെയും ആമേൻ അലക്ഷ്യമാക്കാതെ ഹല്ലേലൂയ എല്ലാം വളരെ പ്രഷ്യസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് നമ്മൾ കർത്താവിന് വേണ്ടി നാം ജീവിക്കുക. അനേകരെ ദൈവത്തിന് വേണ്ടി നമ്മൾ നേടുക. നമ്മളും പൗലോസ് അപ്പോസ്തലൻ്റെ കൂട്ട് ഞാൻ നല്ല പോർ പൊരുതു എന്ന് ധൈര്യത്തോടെ കോൺഫിഡൻസോടെ പറയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ തരട്ടെ. ആമേൻ. ഓട്ടം തികച്ചു, അത് എനിക്ക് എൻ്റെ മുമ്പിലുള്ള ഓട്ടം തികച്ചു എന്ന് ധൈര്യമായിട്ട് പറയത്തക്ക രീതിയിൽ ആമേൻ ഹല്ലേലൂയ. എനിക്ക് എത്രയോ മനുഷ്യരെ ഞാൻ പലപ്പോഴും വിചാരിക്കും, എന്നെപ്പോലുള്ള പല സ്ത്രീകൾ, പല അമ്മച്ചി ആൻറ്റിമാരും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള സ്ത്രീകൾ
അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങി. ഒരു ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത്? ഒരു വീടാണെങ്കിൽ നമുക്ക് എത്രമാത്രം ജോലിയുണ്ട്. ഭർത്താവിനെ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, കുക്കിംഗ് നോക്കണം, വീട് നോക്കണം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞേ, അതിരാവിലെ ഞാൻ എഴുന്നേൽക്കും, 9 മണിയാകുമ്പോഴത്തേനും എൻ്റെ സകല ജോലികളെ ഞാൻ തീർക്കും. ഞാൻ കുളിച്ച് ഒരുങ്ങി ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടും. പിന്നെ ഞാൻ തിരിച്ചു ചെല്ലുന്നത് 5 മണിക്കൊക്കെയാണ്. അപ്പോൾ ഒരാൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നത് പോലെ ആ സ്ത്രീയെ എല്ലാ ദിവസവും 9 മണിയാകുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിപ്പോകും. പ്രാർത്ഥനയ്ക്കായിരിക്കാം, അനേകർ അവരെ പ്രാർത്ഥനയ്ക്കായിട്ട് ഭവനങ്ങളിലേക്ക് വിളിക്കും. ദൈവവേല എവിടെയെല്ലാം ചെയ്യാനൊക്കെ അവിടെയെല്ലാം പോയി ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റായിട്ട് നമ്മുടെ ടോട്ടൽ ഒരു സറണ്ടറായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെയും വിളിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഉറച്ചു നിന്ന് വിശ്വാസം കാത്ത് ഓട്ടം തികച്ച് കർത്താവിന് വേണ്ടി സാക്ഷികളായിട്ട്, ജീവനുള്ള സാക്ഷികളായിട്ട് നിന്നുകൊണ്ട് കർത്താവ് തരുന്ന ആരോഗ്യം ഇന്ന് വരെയാകുന്നു. അത്രയും നാൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.